ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമുകളിലെല്ലാം മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ISRO. അപ്പോൾ ISRO ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ടുള്ള ഫാക്ട്സ് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഫോം ചെയ്തിട്ടുള്ള ഇയർ ഏതാണെന്നാണ്. അപ്പോൾ ISRO ഫോം ചെയ്തിരിക്കുന്ന ഇയറാണ് 1969. ആൻസർ വരുന്നത് C ആണ്, 1969. And next question is, which of the following is not true about Indian space research? Indian space research, അതായത് ISROയെ പറ്റി തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് C ആണ്. ISRO was set up in 1962 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ബാക്കിയുള്ളത് നോക്കൂ. ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ വാസ് ആര്യഭട്ട. അതൊരു കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. നമ്മളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. ആൻഡ് ദെൻ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ISRO എന്നാണ് തെറ്റുപറ്റിയിരിക്കുന്നതാണ്. ആൻഡ് ISRO റിപ്പോർട്ട്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലുള്ളതാണ് ഈ ISRO. അപ്പോൾ ആൻസർ വരുന്നത് C ആണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത് ISROയെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ആദ്യം പറയുന്നു, ISROൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് V നാരായണനാണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരാണ്, കർണാടക. ആൻഡ് ISROയ്ക്ക് 2 സെൻറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഒരെണ്ണം ട്രിവാൻഡ്രത്തും പിന്നെ ഒരെണ്ണം ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ. ആൻഡ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. ഇത് വരുന്നത് ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ. ആൻഡ് ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1969 ആണ്. ഓഗസ്റ്റ് 15 ISRO എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ISRO എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലാണ്. ഇത് ഓവർസീൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ദെൻ ചെയർമാൻ ഓഫ് ISRO എന്ന് പറയുന്നത് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ചെയർമാൻ ഓഫ് ISRO എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ആൻഡ് ISRO എന്തിലൊക്കെയാണ് അവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? സ്പേസ് സയൻസ്, പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ആൻഡ് അതർ ഏരിയാസ് ഓഫ് സ്പേസ് റിലേറ്റഡ് നോളജ്. സ്പേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സ്പേസ് ടെക്നോളജിയെ വേരിയസ് ആയിട്ടുള്ള നാഷണൽ ആപ്ലിക്കേഷൻസിന് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയോളജി, റിമോട്ട് സെൻസിങ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. ISRO സ്പേസ് ടെക്നോളജിയെ നാഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയോളജി, റിമോട്ട് സെൻസിങ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ISROയുടെ കീ പ്രോഗ്രാംസ് ആൻഡ് മിഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസാറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയോളജിക്കൽ സർവീസ്. അപ്പോൾ ISROൻ്റെ ഒരു കീ പ്രോഗ്രാമാണ് ഇൻസാറ്റ്. ഇൻസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയോളജിക്കൽ സർവീസസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിനൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ നമുക്കറിയാം ലൂണാർ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമാണ് ചന്ദ്രയാൻ. അതായത് ചന്ദ്രനെ പറ്റി ഉള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച സാറ്റലൈറ്റാണ് ചന്ദ്രയാൻ. ഇൻക്ലൂഡിംഗ് ദ സക്സസ്ഫുൾ Chandrayaan 3 mission with soft landing capabilities. And then is Mangalyaan.
മംഗൾയാൻ നമുക്കറിയാം മാർസിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് മംഗൾയാൻ. അത് ഇന്റർ പ്ലാനറ്ററി മിഷൻ ടു മാർസ്. നമ്മൾ പറഞ്ഞു മാർസിനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് മംഗൾയാൻ. നെക്സ്റ്റ് വൺ ഈസ് ഗഗൻയാൻ. ഗഗൻയാൻ എന്താണ്? ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമാണ് ഗഗൻയാൻ. ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമാണ് ഗഗൻയാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ആദിത്യ L1. ആദിത്യ L1 എന്ന് പറയുന്നത് ഒരു മെയിൻ സാറ്റലൈറ്റ് ആണ് നമ്മുടെ ISRO ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ISROയുടെ ഫസ്റ്റ് സോളാർ മിഷനാണ് ആദിത്യ L1. അതായത് നമ്മുടെ സൂര്യനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടി അയച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്, ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ആദിത്യ L1. ദാറ്റ്സ് ഫസ്റ്റ് സോളാർ മിഷൻ. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? ISROയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ISRO ആണ്. അതാണ് ആര്യഭട്ട. അതിന് 1975 ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട ലോഞ്ച് ചെയ്തത്. ആൻഡ് ദെൻ ഫസ്റ്റ് ഇന്ത്യൻ ബിൽഡ് ലോഞ്ച് വെഹിക്കിൾ അതായത് ആദ്യമായിട്ട് ലോഞ്ച് വെഹിക്കിൾ കൊണ്ടുവന്നത് SLV-3 എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ലോഞ്ച് വെഹിക്കിൾ. അതെന്തിനു യൂസ് ചെയ്യുന്നു? യൂസ് ടു ലോഞ്ച് ദ രോഹിണി സാറ്റലൈറ്റ് ഇൻ 1980. രോഹിണി സാറ്റലൈറ്റ് 1980 ലോഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ഫസ്റ്റ് ഇന്ത്യൻ ബിൽഡ് ലോഞ്ച് വെഹിക്കിൾ SLV-3 കൊണ്ടുവന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലോഞ്ച് ഓഫ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് ഇൻ എ സിംഗിൾ മിഷൻ. ഒരു സിംഗിൾ മിഷനിൽ മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു. ISRO അച്ചീവ്ഡ് റെക്കോർഡ് ബ്രേക്കിംഗ് ലോഞ്ചസ് ഓഫ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് അറ്റ് വൺസ്. ഒരേ സമയം തന്നെ കുറേ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാൻ, ഒന്നിൽ കൂടുതൽ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാനായിട്ട് ISROയ്ക്ക് പറ്റും. അതിനുള്ള റെക്കോർഡ് അവർ നേടിയിട്ടുണ്ട്. ഇത്രയാണ് ISROയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാ ഫാക്ട്സും ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ആദിത്യ L1 നമ്മൾ പറഞ്ഞു സൂര്യനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ആദിത്യ L1. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകത കുറിച്ചുള്ള പഠനം, സൗരോർജ്ജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ, ആൻഡ് മൂന്നാമത്തത് റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണെന്ന് നോക്കാം. ആൻസർ വരുന്നത് C ആണ്, only one. ഫസ്റ്റ് വൺ ആണ് സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അറ്റ്മോസ്ഫിയറിക് എന്ന് പറയുമ്പോൾ ക്രോമോസ്ഫിയറും കൊറോണയും വരും. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദിത്യ L1 എന്നത് സൗര അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു കൊറോണോഗ്രാഫി ബഹിരാകാശ പേടകമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും മറ്റു വിവിധ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ ആദിത്യ L1 എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 2, 2023. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് സൗര അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു ബഹിരാകാശ പേടകമാണ്. കൊറോണോഗ്രാഫി സ്പേസ് ക്രാഫ്റ്റ് എന്നും അതിനെ പറയും. അതുപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ സംഘടനയും, അതായത് നമ്മുടെ ISROയും ഇന്ത്യയിലെ മറ്റ് ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ആദിത്യ L1 എന്ന് പറയുന്നത്. അതിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2, 2023. ആൻഡ് ആദിത്യ L1ൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദിത്യ L1ൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകത
സൂര്യൻ്റെ ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും ചലനാത്മകത നിരീക്ഷിക്കാൻ. അതായത് സൂര്യൻ്റെ പല പല ലെയറുകളുണ്ട്. ക്രോമോസ്ഫിയർ, കൊറോണ എന്ന് പറയുന്ന പല പല ലെയറുകളുണ്ട്. ഇതിൻ്റെ ചലനാത്മകത നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആദിത്യ L1. അതുപോലെ തന്നെ ക്രോമോസ്ഫെറിക് കൊറോണൽ താപനം, ഭാഗികമായി അയോണൈസ്ഡ് പ്ലാസ്മയുടെ ഭൗതികശാസ്ത്രം, കൊറോണൽ മാസ് എജക്ഷനുകൾ CMA-കൾ, അവയുടെ ഉത്ഭവം, കൊറോണൽ കാന്തിക ക്ഷേത്രം, താപ കൈമാറ്റ സംവിധാനങ്ങൾ, ഫ്ലെയർ എക്സ്ചേഞ്ചുകൾ എന്നിവ പഠിക്കാൻ കൂടി ഈ ആദിത്യ L1 ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇവ ഒന്നുകൂടി മനഃപ്പാഠമാക്കിയിട്ട് പോവുക. ആൻഡ് അതിൻ്റെ സ്ഥാനത്തിന് ചുറ്റുമുള്ള ഫിസിക്കൽ പാർട്ടിക്കിൾ എൻവയോൺമെൻറ്റ് നിരീക്ഷിക്കാൻ. അതായത് ഫിസിക്കൽ പാർട്ടിക്കിൾ, ഭൗതികമായ കണികകളുടെ എൻവയോൺമെൻറ്റും അതിൻ്റെ വെലോസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടി ഈ ആദിത്യ L1 ഉപയോഗിച്ചു. ആൻഡ് കൊറോണയ്ക്ക് താഴെയുള്ള ഒന്നിലധികം പാളികളെ സൗരസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന പ്രക്രിയകളുടെ ക്രമം നിർണ്ണയിക്കാൻ. അതായത് പല വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ സണ്ണിലുണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് നിർണ്ണയിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ആദിത്യ L1 യൂസ് ചെയ്തു. ആൻഡ് ബഹിരാകാശ കാലാവസ്ഥ, സൗരവാതകത്തിൻ്റെ ഉത്ഭവം, ഘടന, ചലനാത്മകത എന്നിവ പഠിക്കാൻ കൂടി ആദിത്യ L1 ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ NRSC ഓഫ് ISRO is situated in. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ വരുന്നത് അഹമ്മദാബാദ്, B ഹൈദരാബാദ്, C ശ്രീഹരിക്കോട്ട ആൻഡ് D തിരുവനന്തപുരം. അപ്പോൾ ആൻസർ വരുന്നത് B ആണ്, ഹൈദരാബാദ് ആണ്. ആൻഡ് പലതരത്തിലുള്ള എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മളുടെ ISROൻ്റെ കീഴിലുണ്ട്. അതാണ് ഫസ്റ്റ്, അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ടേബിളിൽ. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആൻഡ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആൻഡ് ISRO ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിൻ്റെ എവിടെയാണ് വരുന്നത്? ഡെറാഡൂണിലാണ് അതിൻ്റെ ആസ്ഥാനം. ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് എവിടെയാണ് വരുന്നത്? അത് തിരുവനന്തപുരത്താണ് വരുന്നത്. ആൻഡ് ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ്, ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് എവിടെയാണ് വരുന്നത്? മഹേന്ദ്രഗിരിയിലാണ് ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ് വരുന്നത്. ആൻഡ് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ് വരുന്നത്. ആൻഡ് ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ് വരുന്നത്. ആൻഡ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻറ്റർ എവിടെയാണ് വരുന്നത്? ട്രിവാൻഡ്രത്താണ് വരുന്നത്. ആൻഡ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി എവിടെയാണ്? ഹസാനിലാണ് വരുന്നത്. ഓർത്തിരിക്കുക. ആൻഡ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, അതെവിടെയാണ് വരുന്നത്? ഹൈദരാബാദാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ്, ഹൈദരാബാദാണ്. ആൻഡ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ് വരുന്നത്? നെല്ലൂരാണ് വരുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ വരുന്നത് നെല്ലൂരാണ്. ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ് വരുന്നത്? അഹമ്മദാബാദിലാണ് വരുന്നത്. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ വരുന്നത് അഹമ്മദാബാദിലാണ്. ആൻഡ് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ് വരുന്നത്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരാണ്. ആൻഡ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ് വരുന്നത്? ട്രിവാൻഡ്രത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വരുന്നത്. ദെൻ ഇസ് ഇൻസ്പേസ് സെൻറ്റേഴ്സ് എവിടെയാണ് വരുന്നത്? അഹമ്മദാബാദിലാണ് ഇൻസ്പേസ് സെൻറ്റേഴ്സ് വരുന്നത്. ഇത്രയാണ് ISROയുടെ കീഴിലുള്ള പലതരം ഡിപ്പാർട്ട്മെൻറ്റ്സും സെൻറ്റേഴ്സും. അതൊക്കെ ഓർത്തിരിക്കുക, അതിൻ്റെ ആസ്ഥാനങ്ങളും ഓർത്തിരിക്കുക.
Dash is a marketing arm of ISRO which markets space products and services of ISRO to domestic and international customers. അതായത് ISROയുടെ മാർക്കറ്റിംഗ് ആം എന്ന് പറയുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് ISTRAC, ആൻഡ്രിസ്, സെൻട്രിക്സ്, ഇസ് മാർക്കറ്റ്. ഇതിൽ ഏതാണ് ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആൻഡ്രിസ് ആണ്. അതായത് നമ്മുടെ ISROയുടെ മാർക്കറ്റിംഗ് ആം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആൻഡ്രിക്സ് ആണ്. എന്താണ് ആൻഡ്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1992-ലാണ്. എൻറ്റൈറ്റി റെസ്പോൺസിബിൾ ഫോർ കൊമേഴ്ഷ്യലൈസിങ് ISRO's പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ISROയുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ, അതായത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് ഈ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇത് എന്തൊക്കെ ചെയ്യുന്നു? ലോഞ്ച് സർവീസസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആൻഡ് പ്രൊവൈഡിങ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ്. ഇത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? സർവീസസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആൻഡ് പ്രൊവൈഡിങ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ്. ആൻഡ് ഇത് ഓൺ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ആണ്, നമ്മുടെ ഗവൺമെൻറ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അത് ഗവൺമെൻറ് കമ്പനിയാണ്, അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സ്പേസ് റിലേറ്റഡ് ഇൻഡസ്ട്രിയൽ ടെക്നോളജീസ് ഇൻ ഇന്ത്യ. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ടെക്നോളജീസ് ഗ്രോ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആൻഡ് ഇത് ഡെഡിക്കേറ്റഡ് ആണ് എന്തിന്? സ്പേസ് ഗുഡ്സും സർവീസസും ഫോറിൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട്. ഫോറിൻ കസ്റ്റമേഴ്സിലേക്ക് സ്പേസ് ഗുഡ്സും സർവീസസും എത്തിക്കാനായിട്ട് ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഇത്രയാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ പറ്റി പറയാനുള്ളത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is India's first dedicated space astronomy observatory? Which is India's first dedicated space astronomy observatory? ExpoSat, AstroSat, Aditya L1 and Chandrayaan 2. ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. ആൻസർ വരുന്നത് ബി ആണ്, ആസ്ട്രോസാറ്റ്. അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ബി ആണ്, ആസ്ട്രോസാറ്റ്. അപ്പോൾ ആസ്ട്രോസാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2015 ISRO ആണ്. ആൻഡ് ഇതൊരു മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. അതായത് സ്പേസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഒബ്സർവേറ്ററി ടെക്നിക്കാണിത്. അതുപോലെ തന്നെ യൂണിവേഴ്സിനെ പറ്റി, യൂണിവേഴ്സിൻ്റെ വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്സ് ഇൻക്ലൂഡിങ് ഒപ്റ്റിക്കൽ ആൻഡ് അൾട്രാവയലറ്റ് ആൻഡ് എക്സ്റേസ്. അതായത് പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകൾ, അതായത് ഒപ്റ്റിക്കൽ, അൾട്രാവയലറ്റ്, എക്സ്റേസ്, അതുപോലെ പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളത്. ആസ്ട്രോസാറ്റ് ക്യാൻ ഒബ്സർവ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ മൾട്ടിപ്പിൾ വേവ് ലെങ്ത്. അതായത് സെലസ്റ്റിയൽ സോഴ്സസ്, അതായത് നമ്മളുടെ ആകാശത്ത് പലതരത്തിലുള്ള സെലസ്റ്റിയൽ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടാവും. ഇവയെ പറ്റി പഠിക്കാനും ഇത് ഒബ്സർവ് ചെയ്യാനും കൂടിയാണ് ഈ ആസ്ട്രോസാറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 650 കിലോമീറ്ററിലാണ്. അതുപോലെ തന്നെ 6 ഡിഗ്രി ഇൻക്ലിനേഷൻ ഓർബിറ്റിലും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഇത് ലോഞ്ച് ചെയ്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് എന്ത് എയിം ചെയ്യുന്നു? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സ് ബൈ ഒബ്സർവിങ് വേരിയസ് ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് ലൈക്ക് ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്, സൂപ്പർനോവേ ആൻഡ് ഡിസ്റ്റൻറ്റ് ഗാലക്സീസ്. അതായത് യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ വഴി? ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ആകാശത്ത് കാണുന്ന വിവിധ തരത്തിലുള്ള ബ്ലാക്ക് ഹോൾസ് ആൻഡ് ന്യൂട്രോൺ സ്റ്റാർസ്, സൂപ്പർനോവ ആൻഡ് ഡിസ്റ്റൻറ്റ് ഗാലക്സീസ്. ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുകയും കൂടി ചെയ്യുന്നതാണ് ഈ ആസ്ട്രോസാറ്റ്. അപ്പം ഇത്രയാണ് വരുന്നത്
ISROയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് പോവുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.